ഈ ഈ മോഷണ മുതൽ അതിൻ്റെ അളവ് ഒപ്പം അതിൻ്റെ അത് നടപ്പാക്കിയ രീതി ഒപ്പം ചേർന്ന അയൽവാസിയായ ആൾ, അതാണ് നാട്ടുകാരെ നേരത്തെ ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ ഞെട്ടലും അത്ഭുതവും ഒക്കെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ഒരാൾ, ഇദ്ദേഹം അധികം ആളുകളുമായി സൗഹൃദം പുലർത്താത്ത ആളാണ്, വെൽഡിംഗ് തൊഴിലാളിയാണ്, നേരത്തെ ഗൾഫിലായിരുന്നു, അതിനുശേഷം തിരികെ വന്നു, വെൽഡിംഗ് തൊഴിലാളിയാണ്. മറ്റ് വിവരങ്ങൾ, ഇദ്ദേഹം ആളുകളുമായി കൂടുതൽ ആശയവിനിമയവും സൗഹൃദവും അധികം പുലർത്താത്ത ആളായതുകൊണ്ട് ഇദ്ദേഹം ആളുകൾ സംശയിച്ചിരുന്നില്ല. പക്ഷേ പോലീസ് ഈ സൂചനകൾ, ആദ്യഘട്ടത്തിൽ ലഭ്യമായ സൂചനകൾ കൃത്യമായ, അതായത് ഏതൊരു കൃത്യത്തിലും ഏതൊരു കുറ്റകൃത്യത്തിലും ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ അങ്ങനെ. വിജയകുമാറാണ് വളപെട്ടെന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, ഈ വാർത്ത കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൊട്ടടുത്ത ഒരാൾ ഇങ്ങനെ മോഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടുമില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതാണ് കാരണം ലിജീഷ് അവിടെ തന്നെ നിന്നു, എവിടെയും പോയില്ല. സാധാരണ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ അപ്പം മുങ്ങുകയാണല്ലോ ചെയ്യുക. ലിജീഷ് മുങ്ങിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ലിജീഷിന്റെ ഒരു പ്രത്യേകത, അയാൾ ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. കിടക്കുന്ന കട്ടിലിന് താഴെ ഒരു അറ ഉണ്ടാക്കി അതിന് മുകളിൽ കോടികളൊക്കെ നിരത്തി വെച്ച് അതിന് മുകളിൽ പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ലിജീഷിന്റെ ഒരു പ്രത്യേകത, അയാൾ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. അയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. നേരെ ചെല്ലുന്നു, ഈ മറ്റേ ജനൽപ്പാളി അങ്ങ് അടർത്തി മാറ്റുന്നു, അങ്ങനെ കിടക്കുന്നു. കീച്ചേരിയിൽ ഒരു കേസ് ഇതേപോലെ തന്നെ ജനൽപ്പാളി അടർത്തി മാറ്റി അകത്ത് കയറി സ്വർണ്ണം കട്ടത് ഇയാളാണെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ട്, കാരണം വിരലടയാളം വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ലിജീഷ് ഇങ്ങനെ അകത്ത് കയറുന്നു, നേരെ ചെന്നിട്ട് അലമാറ തുറക്കുന്നു, അലമാറയിൽ കീ ഉണ്ട്. പിന്നെ ഈ ലോക്കറിന് ഒരു പ്രത്യേകത ഉണ്ട്. ലോക്കർ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ലോക്കറുകൾ പൊളിക്കാനുള്ള വൈദഗ്ധ്യവും ലിജീഷിനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഒരു കൃത്യം കാര്യമില്ല, പൊളിച്ച് ഇയാളെ എടുത്തു. വിജയകുമാറിനോട് എനിക്ക് സ്നേഹം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ സജോ, ക്ഷമിക്കുക, നല്ലൊരു പേരാ സജോയ്ക്കുള്ളത്. ഓക്കെ, വിജയകുമാർ കുറ്റാന്വേഷണം പോലെയൊക്കെ വായിക്കാറുള്ള ആളല്ലേ? അപ്പോൾ ഈ കണ്ണൂരിൽ നടന്ന വളപട്ടണത്തെ ഈ മോഷണം ചെറിയ കാര്യമല്ലല്ലോ. ഒറ്റ രാത്രി കൊണ്ട് 1,21,300,000 ഭവനും. എന്താ തോന്നിയത്? നമ്മൾ ഈ വാർത്ത വന്ന സമയത്ത്, അതായത് ഒരു ബുധനാഴ്ചയാണ് ഈ മോഷണം നടന്നത്. അതിന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുകാർ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ഈ പോലീസ് നായ ഓടിയ ഒരു റെയിൽവേ ട്രാക്ക് വരെ പോവുകയും ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഈ പണവുമായി ട്രെയിനിൽ ഈ പ്രതികൾ രക്ഷപ്പെട്ടു, ഇനി അത് പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നാണ് കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രതി ഇട്ടിരുന്ന ടീഷർട്ട് ആ നാട്ടുകാരിൽ ഒരാൾക്ക് സംശയം തോന്നി അവർ കൊടുത്ത ഒരു ലീഡിലൂടെയാണ് പോലീസ് അന്വേഷണം പോയത്. ഈ പോലീസ് നായ ഓടിയത് ഇദ്ദേഹത്തിന്റെ വീടിന് മുന്നേ കൂടെയാണ്, എന്തുകൊണ്ട് കയറിയില്ല? പക്ഷേ ഇയാൾ വീട്ടിൽ കയറിയില്ല, ഇയാൾ നേരെയാണ് ആ ഭാഗത്തേക്കാണ്. പട്ടി തിരിച്ചു വരണം. ഈ മോഷണം വിലയിടിച്ച പരിപാടി ട്രെയിൻഡായ എന്ന് വെച്ചാൽ എങ്ങനെ ഈ മോഷണം നടന്ന ശേഷം തെളിവ് നശിപ്പിക്കാം, മിസ്ലീഡ് ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം. പഠിച്ച കള്ളൻ. ഈ വിജയകുമാർ 1 കോടി രൂപ ഒന്നിച്ച് കണ്ടു. ഈ ഒരു സെക്കൻഡ് ഇപ്പൊ കാണിച്ചു ഒന്നിച്ചൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഈ മോഷണം മുതൽ പിടിച്ചെടുത്താണ് 1,21,00,000 രൂപയുണ്ട്. വിജയകുമാർ കണ്ണ് നിറയെ കണ്ടോളൂ, മനസ്സ് തുറന്ന് കണ്ടു, ആസ്വദിച്ചു. ഇതിന് മുകളിലാണ് അദ്ദേഹം കുറച്ചു ദിവസം ഉറങ്ങിയത്. അതെ, പ്രതി ഉറങ്ങിയത്. ഭാഗ്യവാൻ. റിയൽ കോടീശ്വരൻ അയാളാ അല്ലേ? ഇത് സത്യത്തിൽ കേരള പോലീസിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ലഡു വിതരണം ചെയ്തതിൽ ന്യായമുണ്ട്. കാരണം അല്ല, ഇത് മാത്രമല്ല അവര് അതിവിദഗ്ധമായി കണ്ടുപിടിച്ചു വളരെ വൈകാതെ. മാത്രമല്ല ഈ പണം ചെലവാക്കി കളഞ്ഞിരുന്നെങ്കിലും ആകെ പ്രശ്നമായി പോലെ. ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ, ഒറ്റയ്ക്കാണോ പ്രതി എന്നതാണ് അറിയേണ്ടത്. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ സജോ ദേവസ്വം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം. ആരെങ്കിലും സജോ, ഇതിൽ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നായ എന്തായാലും ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും പ്രതിയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കമ്മീഷണർ ഇപ്പോൾ എത്തിയിട്ടുണ്ടല്ലോ അവിടെ. പോലീസ് കമ്മീഷൻ അല്പസമയത്തിനകം ഈ മോഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കും. സജോ, നമുക്കറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ പോലീസ് നായ ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, അപ്പോൾ ആ സാഹചര്യത്തിൽ തെളിവ് നശിപ്പിക്കാൻ ഇയാൾ നടത്തിയ മനഃപൂർവ്വമായ ശ്രമമാണോ എന്ന് സംശയമുണ്ട്. മറ്റേതെങ്കിലും ആളുകൾ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന് പോലീസിന് ഇപ്പോൾ സംശയമുണ്ടോ? SKN, നിലവിലെ സാഹചര്യത്തിൽ മറ്റ് ആളുകളുടെ സഹായം ലഭ്യമായിട്ടില്ല എന്നതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തലും നിഗമനവും. പക്ഷേ ആ കാര്യം പരിശോധിക്കുമെന്നാണ് നേരത്തെ നമ്മൾ CAയുമായി സംസാരിച്ചപ്പോൾ. അങ്ങനെ എന്തെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ, ആരുടെയെങ്കിലും പിന്തുണ കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും നിലയ്ക്ക് പിന്നീട് തെളിവ് നശിപ്പിക്കാനോ ആസൂത്രണത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പക്ഷേ നേരത്തെ ഇയാളുടെ ഫോൺ പിടിച്ചെടുക്കുകയും അതിൽ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തതാണ് എന്താണ് നിഗമനം. പക്ഷേ അപ്പോഴും സംശയത്തിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കും
എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ പോലീസ് നായയുടെ കാര്യത്തിൽ അത് പല രീതിയിൽ ആസൂത്രണം ചെയ്യാം. അതായത് ഈ കൃത്യം നടത്തിയതിന് ശേഷം മോഷ്ടാക്കൾ പതിവായി അവലംബിക്കുന്ന ചില രീതിയുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവുക, അതിനുശേഷം പിന്നീട് പോലീസ് നായയ്ക്ക് തുടരാൻ കഴിയാത്തൊരു ഭാഗം വരെ വെറുതെ നടന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ അവലംബിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയാകാം. അല്ലെങ്കിൽ സാധാരണഘട്ടത്തിൽ അത് പൂർണ്ണമായും ആക്യുറേറ്റ് ആവണമെന്നും ഇല്ല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ മാധ്യമങ്ങളെ കണ്ട് അല്പസമയത്തിനകം വിശദീകരിക്കാം എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെല്ലാം നിലയ്ക്ക് പോലീസിനെ കുഴപ്പിക്കാൻ പ്രതി ശ്രമിച്ചിട്ടുണ്ടോ അതിനൊന്നും അന്വേഷണത്തെ ഏതെങ്കിലും നിലയ്ക്ക് തടസ്സമാകാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ പ്രധാനപ്പെട്ട തെളിവുകൾ ആദ്യഘട്ടത്തിൽ ഗോൾഡൻ അവേഴ്സിലൊക്കെ ലഭ്യമാകേണ്ട പ്രധാനപ്പെട്ട തെളിവുകൾ അങ്ങനെ വളരെ വേഗത്തിൽ ലഭ്യമായില്ലെങ്കിൽ കൂടിയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ കിട്ടിയ അവ്യക്തമായ CCTV ദൃശ്യങ്ങൾ മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് സ്ഥലത്ത് നിന്ന് ഈ പ്രതി കൊണ്ടുപോയ ആയുധങ്ങളുടെ കൂട്ടത്തിൽ താഴെ ആ ഘട്ടത്തിൽ വീണുപോയ ഒരു ആയുധം, അങ്ങനെ ചില തെളിവുകളാണ്, ചില സൂചനകളും തെളിവുകളും. പ്രതിയുടെ കയ്യിൽ നിന്ന് വീണുപോയ ഉളി, പല ആയുധങ്ങളും കൈവശമുണ്ടായിരുന്നു. അത് ജനൽ ഗ്രില്ല് തകർത്താണ് അകത്തേക്ക് കയറിയത്. അങ്ങനെ വരുമ്പോൾ അത് തകർക്കാൻ ഉപയോഗിക്കാനായി കൊണ്ടുപോയ ഒരു ഉളി താഴെ വീണുപോയിരുന്നു. അതിൽ മറ്റ് ആയുധങ്ങൾ തിരികെ എടുക്കാനാണ് അയാൾ വീണ്ടും രണ്ടാമതെത്തിയതും പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ പോലീസിന് സഹായകരമായി. കാരണം പരിസര പ്രദേശങ്ങളിൽ തന്നെ ക്യാമ്പ് ചെയ്തല്ലാതെ രണ്ടാമത്തെ ദിവസവും പ്രതിക്ക് വീട്ടിൽ കയറാൻ കഴിയില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെയുള്ള വളരെ ലോജിക്കലായിട്ടുള്ള ചില സൂചനകളും സാധ്യതകളും പോലീസ് ആദ്യം തന്നെ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു എന്നതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതായത് മോഷണം 20-ാം തീയതി നടത്തുന്നു, അന്നേ ദിവസം അർദ്ധരാത്രി വീട്ടിൽ ചാടിക്കിടക്കുന്നതുമായ അവ്യക്തമായ ദൃശ്യങ്ങൾ കിട്ടുന്നു. പിറ്റേന്നും ഇതേ കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ മടങ്ങി വരാം. താങ്കൾ അവിടെ തന്നെ തുടരുക. വളപട്ടണത്ത് നടത്തിയ ഭീകരമായ മോഷണത്തിൻ്റെ വാർത്തയാണ്. 300 പവനും 1,21,00,000 രൂപ അപഹരിച്ചത് ഒരു പ്രവാസിയായ ഒരു വെൽഡിംഗ് എക്സ്പെർട്ടായിട്ടുള്ള അയൽവാസിയാണ് എന്ന പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി എന്നാണ് വിവരം.